മാമലശ്ശേരി ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ പുതുതായി നിർമ്മിച്ച നടപ്പന്തൽ സമർപ്പണം നടന്നു. കൊളത്തൂർ അദ്വൈതാശ്രമം മഠാധിപതി സ്വാമി ചിദാനന്ദപുരി ഭദ്രദീപം കൊളുത്തി സമർപ്പണ കർമ്മം നിർവഹിച്ചു. പുനരുദ്ധീകരിക്കപ്പെടുന്ന ക്ഷേത്രങ്ങൾക്ക് ഒപ്പം കുടുംബവും സമാജവും ഉയരണമെന്നും കുട്ടികൾക്ക് ധാർമ്മിക അവബോധം പകർന്നു നൽകണം. അതിനായി വീടുകളിൽ തന്നെ കുട്ടികൾക്ക് നമ്മുടെ പുരാതന സംസ്കൃതിയുടെ അറിവ് പകരണമെന്നും അദ്ദേഹം ചടങ്ങിൽ കൂട്ടിച്ചേർത്തു. ഈ ക്ഷേത്രത്തിന്റെ ഘട്ടഘട്ടമായുള്ള നവീകരണത്തിൽ ഒരു പ്രധാന സന്ദർഭം ഇന്ന് സാക്ഷാത്കരിച്ചിരിക്കുകയാണ്. തുടർന്ന് ഇതിൻ്റെ പൂർണ്ണതയിലേക്ക് ഉയർത്താൻ നമ്മുടെ എല്ലാവരുടെയും ഒത്തുചേർന്നുള്ള പരിശ്രമവും സങ്കല്പവും കൊണ്ട് സാധിക്കട്ടെ. സകല മഹാക്ഷേത്ര ലക്ഷണങ്ങളോടുകൂടി ഇത് പ്രശോഭിക്കുന്നതോടൊപ്പം പ്രദേശത്തിൻ്റെ ഇവിടുത്തെ ഉപാസകരുടെ എല്ലാ വിധത്തിലുള്ള ഉയർച്ചയ്ക്കും പ്രകാശത്തിനും ശാന്തിക്കുമെല്ലാം ഈ സങ്കേതം ആയിത്തീരട്ടെ. എറണാകുളം ജില്ലയിലെ നാലമ്പല തീർത്ഥാടന പാതയിലെ പ്രഥമ ക്ഷേത്രമാണ് മാമലശ്ശേരി ശ്രീരാമസ്വാമി ക്ഷേത്രം. ക്ഷേത്ര കവാടത്തിൽ വെച്ച് ഊരാൺമ കുടുംബാംഗം NR കൃഷ്ണകുമാർ സ്വാമിജിക്ക് പൂർണ്ണകുംഭം നൽകി സ്വീകരിച്ചു. ചടങ്ങിൽ ശ്രീരാമസ്വാമി ദേവസ്വം ട്രസ്റ്റ് പ്രസിഡന്റ് TP സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. മേൽശാന്തി മംഗലത്ത് മഠം അഖിൽ നമ്പൂതിരി, സെക്രട്ടറി ഉമ കൃഷ്ണകുമാർ, KG മധു, ട്രസ്റ്റ് ജോയിന്റ് സെക്രട്ടറി P ആതിര തുടങ്ങിയവർ സംസാരിച്ചു. മാമലശ്ശേരി പ്രദേശത്തുള്ളവർക്കധികം വിളക്ക് കത്തിക്കാതെ കിടന്ന ഒരു ക്ഷേത്രം, അല്ലെങ്കിൽ വിളക്ക് കത്തിക്കുവാൻ ബുദ്ധിമുട്ടിയിരുന്ന ഒരു ക്ഷേത്രം, ഘട്ടം ഘട്ടമായി ഇത് വളർന്നപ്പോൾ മാമലശ്ശേരി ക്ഷേത്രത്തെയും ഈ നാലമ്പലങ്ങളെ പറ്റിയും എറണാകുളത്ത് നല്ല കേരളത്തിലെ നിരവധി സ്ഥലങ്ങളിൽ ഭക്തർ അറിയുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. അതുപോലെ കിടന്നിരുന്ന ഒരു ക്ഷേത്രം ഈ ഒരു അവസ്ഥയിലേക്ക് വളർന്നു വന്നപ്പോൾ വലിയ ബന്ധങ്ങൾ, വലിയ ആളുകളെ, നല്ല നല്ല സജ്ജനങ്ങളായ ആളുകളെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രീരാമസ്വാമി വഴികാട്ടി തന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം.